എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂവിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇന്നലെ അവസാന നിമിഷം നമുക്കറിയാം മാർക്കറ്റ് പെട്ടെന്നാണ് കയറിപ്പോയത്. അതായത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എല്ലാം. നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് കയറി പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ബൈ സിഗ്നൽ തന്നു. നമുക്ക് നോക്കാം. ഇത് ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇതാണ് ഇന്നലത്തെ നിഫ്റ്റിയുടെ ചാർട്ട്. ഈ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഒരു ബൈ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇന്നലെ വൈകിട്ട് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നീ ഇൻഡെക്സുകൾ വൈകിട്ട് നല്ല രീതിയിൽ കയറിപ്പോയി. നമുക്ക് ഈ ഇൻഡിക്കേറ്റർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് മുന്നേ അറിയാൻ പറ്റുമായിരുന്നു അത് കയറി പോകുമോ ഇല്ലയോ എന്ന്. നമുക്ക് ഈ എക്സാമ്പിളിൽ തന്നെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ നിഫ്റ്റിയുടെ 5 മിനിറ്റിൻ്റെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. അണ്ടാ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. 2:45 ഈ ക്യാൻഡിൽ വന്നപ്പോൾ ഇവിടെ ഒരു ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് നല്ല രീതിയിൽ കയറിപ്പോയി. ഇന്നലെ രാവിലെയും നമുക്ക് നല്ലൊരു സെൽ എൻട്രി ഉണ്ടായിരുന്നു. ഈ ഇൻഡിക്കേറ്ററിൻ്റെ താഴെ നിൽക്കുന്നത്. ഈ ഇൻഡിക്കേറ്ററിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ ഈ 3 ലൈനാണ് ഈ ഇൻഡിക്കേറ്റർ മെൻഷൻ ചെയ്യുന്നത്. ഈ ഇൻഡിക്കേറ്ററിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ സെല്ലിങ്ങും, ഈ ഇൻഡിക്കേറ്ററിൻ്റെ മുകളിൽ ആണ് ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ ബൈയിങ്ങുമാണ് ഉള്ളത്. ഇവിടെ ഒരു സെല്ലിങ്ങും നമുക്കുണ്ടായിരുന്നു. അതുകൂടാതെ ഇവിടെ ഒരു ബൈയിങ്ങും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇവിടെ നാരോ റേഞ്ച് ആയിരുന്നു നമുക്ക് മാർക്കറ്റ്. ഇവിടെ നാരോ റേഞ്ച് നമുക്കൊന്നുമില്ല. അങ്ങനെ 3 എൻട്രി നമുക്ക് ഇന്നലെ കിട്ടിയത്. ഈ ഇൻഡിക്കേറ്റർ ഒന്ന് ഇവിടെ സെൽ എൻട്രി, ഇവിടെ 2 ബൈ എൻട്രി, ഇവിടെയും നമുക്കൊരു ബൈ എൻട്രി. ഇതാണ് ഇന്നലത്തെ നിഫ്റ്റിയുടെ ചാർട്ടിൻ്റെ വ്യൂ. ഈ ഇൻഡിക്കേറ്റേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് 2 എൻട്രിയുടെ ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ താഴെ ഈ 3 ലൈനിൻ്റെ താഴെ ക്ലോസിങ് വന്നു. ഇവിടെ നമുക്കൊരു ബൈ എൻട്രി, സെൽ എൻട്രി, ഇവിടെ നമുക്കൊരു സെൽ എൻട്രി ഉള്ളത്. ആ സെൽ എൻട്രി നമുക്ക് ഇവിടം വരെ കിട്ടുമായിരുന്നു. ഈ ഇൻഡിക്കേറ്റേഴ്സ് ബൈ എൻട്രി വരുന്നത് ഇവിടെയാണ്. ഏകദേശം 1 മണിക്കാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്കൊരു ബൈ എൻട്രി കിട്ടുന്നത്. അതുകൊണ്ടാണ് സൂം കയറിയാ പോയത്. ഈ 2 നമുക്കൊന്നും നിഫ്റ്റിയിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്കൊരു 3 എൻട്രിയും ബാങ്ക് നിഫ്റ്റിയിൽ ഇത് നോക്കുമ്പോൾ ഒരു സെൽ എൻട്രി, അതായത് ഒരു പുട്ട് മേടിക്കാനുള്ളത് ഇവിടെ പൊസിഷനും, ഇവിടെ നമുക്കൊരു കോളിനുള്ള പൊസിഷൻ. മുന്നേ നമുക്ക് സിഗ്നൽ കിട്ടി ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ 3 എൻട്രി. ഇന്ന് നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ നോക്കാം. ഇന്നലത്തെ തന്നെ ഫിൻ നിഫ്റ്റി. അപ്പോൾ ഇതാണ് ഫിൻ നിഫ്റ്റിയുടെ ചാർട്ട്. ഇപ്പോൾ കാണാം. ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് 2 എൻട്രിയാണ് ഉള്ളത്. ഇവിടെ 3 സിഗ്നൽ ലൈൻ വന്നിട്ടുള്ളത്. അതിന് താഴെ ക്ലോസിങ് നമുക്കിവിടെ ഒരു സെൽ എൻട്രി, അതായത് PE നമുക്കിവിടെ ബൈ ചെയ്യാൻ പറ്റിയത്. അതുകൂടാണ്ട് ആ സിഗ്നൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ടില്ല. ഇത് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത സിഗ്നൽ മാറുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 1 മണിക്ക് തന്നെ നമുക്കൊരു ബൈ എൻട്രിയും കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കയറി ഇന്നലെ തന്നെ. ഇത് ഇന്നലത്തെയാണ് മാറുക. ഇത് നമുക്കൊരു പ്രീവിയസ് ഈ ഇൻഡിക്കേറ്റർ പ്രീവിയസ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ നമ്മൾ നോക്കിയതാണ്. നമുക്ക് ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് നോക്കിയാൽ അറിയാനായിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമുക്ക് അതായത് 24-ാം തീയതി നമുക്ക് രാവിലെ തന്നെ ഒരു ബൈ എൻട്രി ഇവിടെ ഒരു ബൈ എൻട്രി ഉണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ മുകളിലാണ് ക്ലോസിങ്. ഈ 3 ലൈനിൻ്റെ മുകളിൽ ക്ലോസ്. ഈ 3 ലൈനിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ 3 ലൈനാണ്. ഈ 3 ലൈനിൻ്റെ താഴെ ഇവിടെ ക്ലോസിങ്, ഇവിടെ നമുക്കൊരു സെൽ എൻട്രി, ഗുഡ് എൻട്രി, ഇവിടെ നമുക്കൊരു ബൈ എൻട്രി. അങ്ങനെ 3 എൻട്രി നമുക്ക് 24-ാം തീയതിയും കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ 5 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് 23-ാം തീയതി നമുക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സെൽ എൻട്രി മാത്രമേ ഉള്ളൂ. 23-ാം തീയതി അത് നമുക്ക് അന്ന് നോക്കണ്ട. അന്നൊരു ട്രെൻഡിങ് മാർക്കറ്റാണ്. അങ്ങനത്തെ മാർക്കറ്റിൽ നമുക്ക് നോക്കണ്ട. അത് നമുക്ക് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നല്ലൊരു പ്രോഫിറ്റാണ്. പക്ഷേ അത് നമുക്ക് വിട്ടുകളയാം. കാരണം ഒരു ട്രെൻഡിങ് മാർക്കറ്റാണ്. അതിൽ കണ്ട നമുക്ക് ഇങ്ങനത്തെ കണ്ടീഷൻ, ഇങ്ങനത്തെ ചാർട്ട് വരുമ്പോഴാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്കൊരു ബൈ സെൽ എൻട്രി ഉള്ളൂ. അത് ഏകദേശം നമുക്ക് സക്സസ് ആയി. അത്യാവശ്യമുള്ള പോയിന്റ് കിട്ടി. ഇവിടെയും നമുക്കൊരു ബൈ എൻട്രി കിട്ടി. അതും നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടി. ഇവിടെ നമുക്കൊരു സെൽ എൻട്രി ആണ്. അതും നമുക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 എൻട്രി. പക്ഷേ ഇവിടുത്തെ എൻട്രി നമുക്ക് ഒരു മിസ്ഫീൽഡ് ആയിരിക്കും ഇവിടുത്തെ എൻട്രി. പക്ഷെ നമുക്ക് ഇവിടുത്തെ എൻട്രി മിസ്ഫീൽഡ് ആണെങ്കിൽ കൂടിയും നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്നില്ല. കാരണം നമുക്കിവിടെ ഈ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ, അതുകൊണ്ട് ഈ 3ാമത്തെ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ആയിരിക്കും നമുക്ക് ബൈ എൻട്രി കിട്ടുക. കാരണം ഈ ഇൻഡിക്കേറ്ററിൻ്റെ മുകളിൽ. പക്ഷേ അടുത്ത നിമിഷത്തിൽ തന്നെ ഇവിടെ ഒരു സെൽ എൻട്രി ആയിട്ട് കാണിച്ചു. അപ്പോൾ ഏകദേശം സെൽ എൻട്രി വരുന്നത് ഈ പോയിന്റിലാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെയായിരിക്കും നമുക്കൊരു സെൽ എൻട്രി പൊസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഇല്ല, ലോസ് ഇല്ല ഈ ഏരിയയിൽ. പക്ഷേ എങ്കിൽ പോലും ഇത് നല്ലൊരു ഇൻഡിക്കേറ്ററായിട്ട് ഇവിടെ കണക്കാക്കാൻ പറ്റും.
കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ബൈ എൻട്രി കിട്ടി, പക്ഷെ അപ്പോൾ തന്നെ നമുക്കൊരു സെൽ എൻട്രി വന്നു. അതുകൊണ്ട് ഇവിടെ നോ പ്രോഫിറ്റ് നോ ലോസ്. പക്ഷേ ഇവിടെ തന്നെ സെൽ എൻട്രി ഉള്ളതുകൊണ്ട് ഇവിടെ നല്ലതായിട്ട് താഴ്ന്നു പോയി. അപ്പോൾ ഇവിടെ നമുക്ക് 4 എൻട്രിയുടെ 1 2 3 4 5 എൻട്രിയുടെ ഈ ദിവസം നമുക്ക് ഈ ഇൻഡിക്കേറ്റർ തന്നത്. ഈ 5 എൻട്രിയിൽ 4 എൻട്രി നമ്മൾ സക്സസ്സും 1 എൻട്രി നമ്മൾ ന്യൂട്രലും ആയിട്ട് പോയി. ഇനി നമുക്ക് അടുത്ത ദിവസത്തിൽ നോക്കാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിൻ്റെ നമുക്ക് ചാർട്ട് കുറച്ച് നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലത്തെ 25-ാം തീയതി നമ്മൾ നോക്കിയതിൽ നമുക്ക് ഇനി 24-ാം തീയതി നോക്കാം. 24-ാം തീയതി നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ നമുക്കൊരു 3 എൻട്രിയാണ് ഇവിടെ കിട്ടുക. ഇവിടെ ഒരു ബൈ എൻട്രി കിട്ടുക. കാരണം ഈ 3 ലൈനിൻ്റെ മുകളിൽ ക്ലോസിങ് ഒരു ബൈ എൻട്രി, ഇവിടെ 3 ലൈനിൻ്റെ താഴെ ക്ലോസിങ്, ഇവിടെ ഒരു സെൽ എൻട്രി, ഇവിടെ നമുക്കൊരു ബൈ എൻട്രിയും ഇവിടെ കിട്ടും. ഇവിടെ നമ്മൾ ഒരു ബൈ എൻട്രി എടുത്താലും ഈ പോയിന്റിലിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ അടിച്ചു പോകും. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. കാരണം അപ്പോൾ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ താഴെ ക്ലോസിങ് ആയി. പക്ഷേ അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി കിട്ടി. ആ ഒരു ബൈ എൻട്രി നല്ലൊരു ബൈ എൻട്രി ആണത്. അത്യാവശ്യം പ്രോഫിറ്റ് ആ ബൈ എൻട്രിയിൽ നമുക്ക് ഇവിടെ ലഭിക്കും. ഇവിടെ നമുക്ക് ഈ പോയിന്റിൽ നമ്മൾ ഒരു ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാലും ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. പക്ഷേ ഈ പൊസിഷനിൽ നമുക്കൊരു ബൈ എൻട്രി വീണ്ടും കിട്ടി, അത്യാവശ്യം പ്രോഫിറ്റ് അവിടെ കിട്ടി. വീണ്ടും നമുക്ക് ഒരു അത്യാവശ്യം പ്രോഫിറ്റ് ഇവിടെ കിട്ടി. അപ്പോൾ ഇതാണ് 5 മിനിറ്റിൻ്റെ ഇതാണ് ഈ ഇൻഡിക്കേറ്ററെ കുറിച്ച് പറയാനുള്ളത്. ഈ ഇൻഡിക്കേറ്റർ 3 ലൈനാണ് വരുന്നത്. ഈ 3 ലൈനിൻ്റെ താഴേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ലിങ്ങും, ഈ 3 ലൈനിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ നമുക്കൊരു ബൈയിങ്ങും ആണ്. ഇതിൽ ഈ ഇൻഡിക്കേറ്ററിൽ നമുക്ക് സൂട്ടബിളായ ഒരു എൻട്രി മെത്തേഡ്. നമുക്കിനി ഒരു ഇൻട്രാഡേ ചാർട്ടിൽ പോയി. ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ നമുക്കിനി ഒരു ഇൻട്രാഡേ ചാർട്ടിൽ ഇപ്പോൾ നമുക്ക് ഒരു 3 ഷെയർസ് എടുക്കാം. 3 ഷെയർസ് എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത പോളിക്യാബ് എന്ന് പറയുന്ന ഒരു ഷെയർ ഇപ്പോൾ അടുത്ത് നല്ല രീതിയിൽ താഴ്ന്നു. അതിൻ്റെ നമുക്ക് നോക്കാം. ഇപ്പോൾ താഴ്ന്നതിന് മുമ്പ് വന്ന പൊസിഷൻസ്. അതുകൂടാതെ HDFC ബാങ്ക് നല്ല രീതിയിൽ താഴ്ന്നു, അതും നമുക്ക് നോക്കണം ഇൻട്രാഡേ ചാർട്ട് വെച്ചിട്ട്. അതുകൂടാതെ നമുക്ക് IRCTC എന്ന് പറയുന്ന ഷെയർസിൻ്റെ ഇൻട്രാഡേ വ്യൂവും കൂടി ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ HDFC ബാങ്കിൻ്റെ ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് HDFC ബാങ്കിൻ്റെ ഇൻട്രാഡേ ചാർട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഇൻട്രാഡേ ചാർട്ടിൽ ന്യൂസ് വന്നത് എവിടെയാണ് ന്യൂസ് വന്ന പൊസിഷൻ ഈ ലെവലിലാണ് ന്യൂസ് വന്നിട്ടുള്ളത്. അതായത് ഇതിൻ്റെ പ്രോഫിറ്റിൽ ഉള്ള വ്യത്യാസം മുഖേന HDFC നമുക്ക് ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഇവിടെയാണ് സെല്ലിങ് കിട്ടി. നമുക്ക് ഒരു 1700 റേഞ്ചിൽ ഈ റെഡ് ക്യാൻഡിലാണ് നമുക്കൊരു സെല്ലിങ് കിട്ടി. അതായത് 1670 പോയിന്റിൽ നമുക്ക് സെല്ലിങ് കിട്ടി ഇവിടെ ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന ആളും ഇത് മുന്നേ സെല്ല് ചെയ്യും. അതിന് കണ്ട ന്യൂസ് അതിന് ശേഷം വന്നു. അപ്പോൾ എത്രയും പ്രോഫിറ്റ് അവന് കിട്ടി ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നോക്കുമ്പോൾ. ഈ ഇൻഡിക്കേറ്ററിൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ ഭംഗി എന്ന് പറയുന്നത് അതാണ്. ഇനി നമുക്ക് ഈ പോളിക്യാബിലും ഈ ഇൻഡിക്കേറ്റർ എങ്ങനെ വർക്ക് ചെയ്തു എന്ന് നോക്കാം. പോളിക്യാബും അവരെ റൈഡും മറ്റു കാര്യങ്ങളും മുഖേന നല്ല രീതിയിൽ താഴ്ന്നു. നമുക്കതും നോക്കാം. പോളിക്യാബ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോളിക്യാബിൻ്റെ ഇൻട്രാഡേ ചാർട്ട് വ്യൂ ആണ്. ഈ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമുക്ക് ഇവിടെയാണ് കണ്ട ഈ റെഡ് ക്യാൻഡിലാണ് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഒരു സെല്ലിങ് കിട്ടുന്നത്. അതായത് 5600 കണ്ട ഈ ലൈനിൽ 5600 ആണ് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ കണ്ട 3 ക്യാൻഡിലെ താഴെ ക്ലോസ് 5600 നമുക്കൊരു സെല്ലിങ് കിട്ടുന്നത്. അതായത് ഏകദേശം ഡിസംബർ 15 ന്യൂസ് വരുന്നത് എന്നാണ് അതിനുശേഷമാണ് കേട്ടോ. അപ്പോൾ ന്യൂസിന് മുമ്പ് ഓൾറെഡി ഇവിടെ ഈ ഇൻഡിക്കേറ്റർ സെല്ലിങ് പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉള്ളവന് അവിടെ സെല്ല് ചെയ്തിട്ടാൽ പി മേടിച്ച് എത്രയും പ്രോഫിറ്റ് ഇവിടെ കിട്ടുമായിരുന്നു.
ഇനി നമുക്ക് IRCTCയുടെ ഒരു ചാർട്ട് നോക്കാം ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട്. ഇതാണ് IRCTCയുടെ ഇൻട്രാഡേ ചാർട്ട്. IRCTCയുടെ ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഒരു എൻട്രി കിട്ടുന്നത്. അതായത് 26 ഒക്ടോബർ 654 കണ്ട ഈ ലൈനിലാണ് 654 നമുക്കൊരു എൻട്രി ഈ പോയിന്റിലാണ് ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് എൻട്രി കിട്ടുന്നത്. കണ്ടാ സൂം കയറിയാൽ പോയി ഇരട്ടി ഏകദേശം 50% നമുക്കിപ്പോൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ഏകദേശം 1.5 മാസം കൊണ്ട് 50% പ്രോഫിറ്റ് ഈ ഇൻഡിക്കേറ്റർ മാത്രം ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഈ ഇൻഡിക്കേറ്റർ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നോക്കുക. സക്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം. ഇത് 5 മിനിറ്റിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഈ ഇൻഡിക്കേറ്ററിൽ ഈ 3 ലൈൻ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ 3 ലൈൻസ് ഇതിന് മുകളിൽ നമുക്കൊരു ബൈയും ഇതിന് താഴെയും നമുക്കൊരു സെല്ലിംഗ് ആണ്. പക്ഷേ ഈ യെല്ലോ ലൈൻ നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ ഒരു യെല്ലോ ലൈൻ കാണുന്നുണ്ട്. ആ യെല്ലോ ലൈൻ നമുക്കൊരു അവോയ്ഡ് ചെയ്ത് കളയാം. ബാക്കി 3 ലൈൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഇൻഡിക്കേറ്റർ എന്ന് നമുക്ക് നോക്കാം. ഈ ഇൻഡിക്കേറ്ററിനെ അറിയാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവാ. നമ്മ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവാ. ZT എന്ന് അടിച്ചു കൊടുക്കുക. ZT. അപ്പോൾ ZT അടിക്കുമ്പോൾ 6 ആക്ട് ടൈൽസ് എന്ന് പറയുന്നത് ഇവിടെ കാണാം. 6 ആക്ട് ടൈൽസ് ട്രെൻഡോസ്കോപ്പ് കണ്ടോ. ട്രെൻഡോസ്കോപ്പ് 6 ആക്ട് ടൈൽസ് ആണ്. അതാണ് ഈ ഇൻഡിക്കേറ്ററിൻ്റെ പേര്. ആ ഇൻഡിക്കേറ്ററിൽ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. 6 ആക്ട് ടൈൽസിലെ ഇൻഡിക്കേറ്റർ അതാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തുടർന്നുകൊണ്ട് ഉപയോഗിക്കുക. സക്സസ് ആവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.